അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ബീഫ് കിട്ടുകയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ അത് ഫ്രൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫ്രൈ ആക്കാൻ തന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. കുരുമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തപ്പോൾ പിന്നെ ഞാനത് ഫ്രൈ ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഇതുപോലെ തൊലിയെടുത്ത് ഒന്ന് ചതച്ചതിലേക്ക് ഇട്ടു. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം ഇതിൽ മുരിയില്ലേനും എന്നാൽ ചെറുതായിട്ട് അപ്പോൾ അത് കഴിക്കാൻ നല്ല ഇഷ്ടമാട്ടോ അവിടെ ഉള്ളവർക്ക്. വെളുത്തുള്ളി ഇതുപോലെ കെടുക്കണം നോക്കണ്ട കേട്ടോ. അതിൻ്റെ വേറെ ഞാൻ കുത്തി കൊടുത്ത് ചതച്ചിട്ടുണ്ട്. ബീഫ് കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നമ്മളവിടെ തന്നെ ഉണ്ടായ ഒരു കുമ്പളങ്ങ ഉണ്ട്, അത് എടുത്തിട്ട് നല്ല നാടൻ തൈരും ചേർത്ത് ഒരു കറി വെച്ചിട്ടാണ് കുമ്പളങ്ങ കറി പുളിയൊക്കെ ചേർത്ത്. പക്ഷേ തേങ്ങ തിരുന്ന അരിഞ്ഞിടാന്നൊരു ഡൗട്ട്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റാണ്. വേണ്ടത്ര പോലെ തേങ്ങ അരിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ എന്നാലും ടേസ്റ്റാണ്. നല്ല പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള കുമ്പളങ്ങി ബീഫിൻ്റെ കൂടെ ഒരു കറിയും ആയിട്ടോ. പിന്നെ പപ്പടം ഇല്ലാതെ എന്തില്ലേ, ബീഫിൻ്റെയും കുമ്പളങ്ങ കറിയും കൂടി ഒരു പപ്പടവും കിട്ടിയാൽ പിന്നെ ഊണ് പോകും കേമൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അച്ചാറും കൂടി ഉണ്ട് കേട്ടോ. വറുത്തരിച്ച ചെറിയുള്ളി വറ്റൽമുളക് അച്ചാർ, ഇതാണ് ഇതിൻ്റെ പേര്. പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. വറുത്ത മുളകിൻ്റെ ഒക്കെ ടേസ്റ്റും നല്ല എരിവും പുളിവും എല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു അച്ചാർ. വേറെ ഒന്നും വേണ്ട, ചോറൊക്കെ കഴിക്കാൻ ഇതന്നെ ധാരാളം. അടിപൊളി ടേസ്റ്റാണിത്. ഇപ്പോൾ ഇന്നലെ കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അതിപ്പോൾ തന്നെ കാലിയായി തുടങ്ങി മകൾ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഉച്ചച്ചോറ് ഇതാണ് കേട്ടോ. വറുത്തരിച്ച വെളിച്ചമന്തി കണ്ട നല്ല തൂവെള്ളച്ചോറ്, ബീഫ്, ഇതുപോലെ കുമ്പളങ്ങ കറി, പയറ്, പപ്പടം. പക്ഷേ എന്താ ചെയ്യുക, കുമ്പളങ്ങ കറി തേങ്ങ അരിഞ്ഞില്ല, അതൊരു പ്രശ്നമാണ് കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, പ്രശ്നമില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ അല്ലേ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം പറ്റുമല്ലോ. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അങ്ങനെ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. എല്ലാം കൂട്ടി കഴിച്ച് അങ്ങനെ കഴിക്കാൻ നല്ല രസം. അൽഹംദുലില്ലാ, ഇന്നത്തെ ഫുഡ് റാഹത്തായിരുന്നു. അടുത്ത വീഡിയോ പിന്നെ കേട്ടോ.